ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ യാത്ര നെല്ലാട് ഡാൻസ് സ്കൂളിലേക്കാണ്. നമ്മുടെ നെല്ലാട് ബ്രാഞ്ചിൽ ക്ലാസ് തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷമാണ്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ അതാ നമ്മളെ കാത്തു നിൽക്കുകയാണ് ഒരു കുട്ടി കേട്ടോ. ശ്രേഷ്ഠയാണത്. അങ്ങനെ ശ്രേഷ്ഠ മഴയുണ്ടായിരുന്നതുകൊണ്ട് കുടയൊക്കെ ആയിട്ട് എൻ്റെ അടുത്തോട്ടേക്ക് വന്നു. ഇന്നങ്ങനെ നിഗ്ലണ്ണും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്ദനയും ഞാനും കൂടെ ക്ലാസ്സിലേക്ക് വന്നു. പിന്നെ ക്ലാസ് നടക്കുന്നത് കറക്റ്റ് നെല്ലാട് ജംഗ്ഷനിൽ തന്നെയാണ്. നെല്ലാട് ജംഗ്ഷനിൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഡാൻസ് സ്കൂള് നടത്തുന്നത്. അങ്ങനെ കുട്ടികളെല്ലാം ഓരോരുത്തരായിട്ട് വന്നു. മഴയായിരുന്നെങ്കിലും എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന പോലെ വരാൻ ശ്രമിച്ചു. പിന്നെ ഒരുപാട് കുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം വെക്കേഷനാണല്ലോ. അപ്പം എല്ലാവരും ഓരോരുത്തരത്തേക്ക് ഇറങ്ങാൻ പോവുകയും കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് മിക്ക കുട്ടികളും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ എക്സസൈസിൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. അങ്ങനെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടവുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു. കുഞ്ഞുങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെ ഇവരുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 2:30 മുതൽ 4 വരെ ആട്ടോ ഇവരുടെ ക്ലാസ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയുടെ യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു. അഞ്ജനയാണിത്. അങ്ങനെ അവളുടെ യൂണിഫോം എല്ലാം വെച്ച് നോക്കി. പിന്നെ ബ്രേക്ക് ടൈമിലെല്ലാം കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ശ്രേഷ്ഠയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് നന്ദനയാണ്. അടവുകളെല്ലാം ക്ലിയർ ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ അത് ശിവാനിക്ക് 10ൽ നല്ല മാർക്കോടുകൂടി ജയിച്ചതിന് ശിവാനി ചോക്ലേറ്റൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ചോക്ലേറ്റൊക്കെ കൊടുത്തു. അങ്ങനെ ഓരോ കുട്ടികളെ 4 മണിക്ക് ശേഷമായപ്പം ഓരോ കുഞ്ഞുങ്ങളെയും വിളിക്കാനായിട്ട് പേരൻസ് വന്നു. അതിൻ്റെ കൂടെ തന്നെ ശിവാനി എനിക്കും നന്ദനയ്ക്ക് ഓരോ കമ്മലൂടെ തന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ ശിവാനി പൂനെയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം അങ്ങനെ സെക്കൻഡ് ബാച്ച് 4 മണിയുടെ ക്ലാസ് തുടങ്ങി. 4 മണിയുടെ ക്ലാസ്സിലും ഈ പറഞ്ഞ പോലെ തന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പിള്ളേർ ഒരുപാട് കുറവായിരുന്നു. കുട്ടികളെല്ലാം എന്താ പറയുക, ഒന്നാമത് മഴ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ വെക്കേഷൻ ടൈമിലായിരിക്കുമല്ലോ അവർക്കൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനും കിട്ടുന്നത്. എന്നാലും വരാൻ പറ്റുന്നിടത്തോളം കുട്ടികൾ വന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവരെ നന്നായിട്ട് ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മുടെ സീനിയർ കുട്ടികളാണ്, ഇവിടെ ആദ്യം മുതലേ ഉണ്ടായിരുന്ന കുട്ടികളാണ്. അങ്ങനെ അവർക്കും കുറച്ച് നേരം ക്ലാസ് എടുത്തു. അങ്ങനെ പഠിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ശേഷം അങ്ങനെ ക്ലാസ് കഴിയാനുള്ള ടൈമായി. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിഗ്ലണ്ണൻ വീണ്ടും ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം സ്പീക്കറിൻ്റെ എന്തോ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി തന്നു കേട്ടോ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഇത് നിവേദ്യയുടെ അച്ഛനാട്ടോ. നിവേദ്യയുടെ അച്ഛൻ വന്നു. പിന്നെ സ്വാതികയുടെ അമ്മയും വന്നു. വീണ്ടും ഞങ്ങളിതാ ക്ലാസ് എല്ലാം കഴിഞ്ഞു. എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഞങ്ങളും ക്ലാസ് പൂട്ടിയതിന് ശേഷം എല്ലാം ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.